ചങ്ങായിമാരെ ആദ്യം തന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ പെരുന്നാളിന്റെ ഓട്ടം കഴിഞ്ഞത് ഇന്നലെ രാത്രി 3 മണി കേട്ടോ. അതുവരെ ഒരു ഓട്ടേന് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇനി. അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ചു നേരം കട്ടിലുമ്പോൾ കടന്നപ്പോൾ പള്ളിക്ക് തെക്ബീർ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇല്ല പാന്റും ഷർട്ടും ഇട്ടാണ്ട് നേരെ പള്ളിക്ക് വിട്ടു കേട്ടോ. അങ്ങനെ പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരും ഓടിപ്പോണ്. നിസ്കാരം തുടങ്ങാനായിക്കണേ, 5 മിനിറ്റ് കൂടി ഇല്ല തികച്ച്. അങ്ങനെ ഞാനും കുറച്ച് ദമ്മിലൊക്കെ പോയി. അങ്ങനെ പള്ളിന്റെ അവിടെ എത്തി വണ്ടികളെ കൊണ്ട് ചെറിയ കളി. നമ്മളെ വണ്ടി എടുത്താൻ ഒരു സ്ഥലം കൂടി ഇല്ല. പിന്നെ ഒന്നും നോക്കിയില്ല, എവിടെയെങ്കിലൊക്കെ കിട്ടണ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ നിസ്കരിക്കാൻ പോകാന്നുള്ള മൈൻഡിൽ നേരെ വിട്ടുട്ടോ. അങ്ങനെ കിട്ടിയ സ്ഥലത്ത് പാർക്കും ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ പള്ളിക്ക് വേണ്ടിട്ടോ. പള്ളിയിലെത്തിയപ്പോൾ നിസ്കാരം ഉറക്കാത്ത കഴിഞ്ഞിനി. പിന്നെ ഒന്നും നോക്കിയില്ല, ബാക്കി കൂടി നമുക്ക് നിസ്കരിക്കാം, എന്തായാലും പെരുന്നാൾ നിസ്കാരം മുടക്കണ്ടല്ലോ വിചാരിച്ച് അങ്ങനെ കയറിട്ടോ. അങ്ങനെ പള്ളി കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങി മണ്ടാൻ തുടങ്ങിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ കുറച്ചേരം അവിടെ ഇരുന്നു. എല്ലാവരും ഒന്ന് തിരക്കൊന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങാന്നുള്ള മൈൻഡില് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഈ വണ്ടികളെ കൊണ്ടൊരു ചെറുങ്കളി. അപ്പൊ ഉണ്ട് അവിടെ ഒരു മുന്നിൽ ഒരു ചെറിയ കുട്ടി മുട്ടായി തരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് ഒരു മുട്ടായി വാങ്ങി നേരെ വിട്ടിട്ട് എൻ്റെ വണ്ടിൻ്റെ അടുക്ക്. പിന്നെ രാവിലത്തെ ചായയും കടി ഹോട്ടലിൽ നിന്ന് കഴിക്കാന്നുള്ള മൈൻഡിൽ പോകുമ്പോഴാണ് ചെക്കന്റെ പെരുന്നാൾ പൊലിവ് കാണായി കൂടെ. അങ്ങനെ പിന്നെ നമ്മളെ ബക്കാലിൽ എത്തിട്ടോ. ബക്കാലിലെത്തിയപ്പോൾ ഓല് പെരും തിരക്കിലാണ്. പെരുന്നാളിന്റെ തിരക്കാട്ടോ, നല്ല തിരക്കുണ്ട്. അൽഹംദുലില്ലാ ഉസാറാട്ടെ. അങ്ങനെ ഓലോടും വർത്താനം പറഞ്ഞു നിൽക്കുമ്പോഴാണ് പള്ളന്റെ ഉള്ളിൽ കാളിൽ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മളെ നാട്ടുകാരന്റെ ഹോട്ടലിൽ തന്നെ പോയി ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അവിടെ എത്തിയപ്പോ നമ്മളെ മുതലാളി കാക്കന്റെ ഡ്രസ്സ് കണ്ടപ്പോ ഈ പെരുന്നാൾ നമ്മളെ മുതലാളി തൂക്കി നമുക്ക് മനസ്സിലായി. പെരുന്നാൾക്ക് ഇവിടെ ജിദ്ദയിൽ അറാസാത്തിൽ ഇങ്ങോട്ട് പോയിട്ടോ. ഇവിടെ ഇല്ലാത്ത ഫുഡൊന്നും ഇല്ല, എല്ലാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡാളാട്ടോ. അങ്ങനെ പിന്നെ രാവിലെ അതിൻ്റെ ഒരു പൊറാട്ടി മുട്ട റോസ്റ്റ് ഓർഡർ ആക്കിയാണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ മുതലാളി എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു വെയിറ്ററിന്റെ ആവശ്യമുണ്ട്, ഒരാളെ കമ്മിയുണ്ട്, ആരെങ്കിലും ഉണ്ട് എന്നോടൊന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇൻഷാ അല്ലാ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ടെന്ന് പറഞ്ഞാണ്ട് ഞാൻ അവിടെ നിന്ന് നമ്മളെ ഫുഡും കഴിച്ച് ഇറങ്ങാൻ നിൽക്കാട്ടോ. അപ്പോൾ വെയിറ്ററായി നിൽക്കാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടോളിട്ടോ. മലയാളികളാകണമെന്ന് മസ്റ്റാട്ടോ, സൗദിയിലുള്ള ആളും ആകണമെന്ന് മസ്റ്റാണേ. അങ്ങനെ പിന്നെ അവിടുത്തെ ഫുഡും കഴിച്ച് നേരെ പോയി റൂമിൽ പോയി ഒരു ഉറക്കം പാസ്സാക്കി ഉച്ചക്ക് നീച്ചാണ്ട് പിന്നെ അങ്ങോട്ട് തന്നെ ഞാൻ വന്നിക്കണത്. വന്നപ്പോൾ തിരക്കൊണ്ട് ആദ്യം ഉണ്ടാക്കിയ ബിരിയാണിയൊക്കെ കഴിഞ്ഞിനി. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയ ബിരിയാണിയും കഴിച്ച് ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞിട്ടോ. ഇൻഷാ അല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ലൈക്കൊക്കെ ഒന്ന് അടിക്കണം കേട്ടോ നമ്മളെ.